കേരളത്തിൽ ഇതര സംസ്ഥാന ലോട്ടറി വിൽപ്പനയുടെ നിയന്ത്രണം ഹൈക്കോടതി നീക്കിയ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങി സർക്കാർ. സംസ്ഥാന ലോട്ടറികൾക്കെതിരെ സംയുക്ത നീക്കത്തിനൊരുങ്ങി സർക്കാരും ട്രേഡ് യൂണിയനുകളും രംഗത്തെന്ന് സൂചന. ഇതോടെ അന്യസംസ്ഥാന ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാന ലോട്ടറികൾ അതിർത്തി കടന്ന് സംസ്ഥാനത്തെത്തിയാൽ ശക്തമായി ചെറുക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കി. ഇതര സംസ്ഥാന ലോട്ടറികളുടെ വിൽപ്പന നിയന്ത്രിക്കാനായി കേരള സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നാഗാലാൻഡ് സർക്കാരിന്റെ ലോട്ടറി വിൽക്കുന്നത് തടഞ്ഞ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലായിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഈ ഉത്തരവ്. കോടതി ഉത്തരവിന് പിന്നാലെ CITU, INTUC, BMS അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ യോഗം ചേർന്ന് ഇതര സംസ്ഥാന ലോട്ടറികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചു. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ലോട്ടറി വിൽപ്പന തൊഴിലാളികളുമായും ഏജന്റുമാരുമായും ധനമന്ത്രി തോമസ് ഐസക് നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. നാഗാലാൻഡ് ലോട്ടറി അടക്കമുള്ള ഇതര സംസ്ഥാന ലോട്ടറികൾ അതിർത്തി കടന്നെത്തുന്നത് ചെറുക്കുമെന്നും ട്രേഡ് യൂണിയൻ വ്യക്തമാക്കി. GST നിയമം അനുസരിച്ച് അതിർത്തി കടന്നെത്തുന്ന ലോട്ടറികൾ സംസ്ഥാന സർക്കാരിന് പരിശോധിക്കാം. കർശന പരിശോധന വഴി ഇതര സംസ്ഥാന ലോട്ടറികളുടെ കടന്നുവരവ് ചെറുക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. കൂടാതെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.